വെൽക്കം ടു മൈ ചാനൽ സിമ്പിൾ റെസിപ്പീസ് വിത്ത് മീനോ. അപ്പം നമ്മളൊരു സിമ്പിളായിട്ടൊരു എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ആദ്യം ഒരു ബോൾ എടുത്തിട്ട് 3 മുട്ട എടുക്കുക. അതിനകത്ത് വേണ്ട വെജ് മയോണൈസ്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, ഉപ്പ്, പിന്നെ പെപ്പർ, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യാം. ചില്ലി ഫ്ലേക്സ് ഒക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഇനി നമുക്ക് ആ മുട്ട എടുത്തിട്ട് ഒരു ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഉടച്ചെടുത്തിട്ട് നമുക്ക് ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്ററും കൊണ്ടായാലും ഗ്രേറ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ അടിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ അതിൻ്റെ ഒരു മീൻസ് ആ മുട്ടയുടെ ചെറിയ പീസൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതും ടേസ്റ്റിയും കുറച്ചുകൂടെ എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അതായിരിക്കും എളുപ്പമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് മുട്ട ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് കുറച്ച് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ടൊമാറ്റോ, ഒണിയൻ അങ്ങനെയൊക്കെ. ഇപ്പം ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ ക്യാരറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെജ് മയോണൈസും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യാം. ടൊമാറ്റോ സോസും ഓപ്ഷനിലാണ്. ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു ടാങ്കി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനതും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് അത് ആ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം. പ്രത്യേകിച്ച് ടേസ്റ്റിന് വ്യത്യാസം കുഴപ്പമൊന്നും വരില്ല. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ പെപ്പർ ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പെപ്പർ നമ്മൾക്കിപ്പോൾ ചില്ലി ഫ്ലേക്സ് ഒക്കെ ശരിക്കും നമ്മളുടെ ഒരു ഇഷ്ടത്തിന് എരിവിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കണക്ക് പറയുന്നതിന് അനുസരിച്ച് ഇട്ട് കൊടുക്കണ്ട. നമ്മൾ 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പം ഞാൻ പറയുന്ന ഒരു ലെവലിനാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് സ്പൈസി ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ച് സ്പൈസി ആവും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ബ്രെഡ് മിൽക്ക് ബ്രെഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ ബ്രെഡ്, വീറ്റ് ബ്രെഡൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഞാനിപ്പം മിൽക്ക് ബ്രെഡാണ് ഉപയോഗിക്കുന്നത്, ഒരു സ്വീറ്റ്നസ് കിട്ടാനായിട്ട്. നമുക്ക് ഈ ബ്രെഡിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. നമുക്ക് ബ്രെഡ് വെച്ച് മടക്കി എടുത്ത് നമുക്കിനി ടോസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ആ സൈഡിലെ ആ ബ്രൗൺ കളർ അത് കളഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ലെയർ. അതൊരു ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രം കളഞ്ഞാണ്, അല്ലെങ്കിൽ കളഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്കിനി പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഓരോ ബ്രെഡായിട്ട് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബട്ടറൂടെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്കിത് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്, ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫില്ലിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഈസി എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.